നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് എലമെൻറ്റ്സ് ഓഫ് കോമ്പൗണ്ട് കേർവ്സ് ആണ്. ഇന്നലെ നമ്മൾ എലമെൻറ്റ്സ് ഓഫ് ഒരു സിമ്പിൾ കേർവിൻ്റെ എലമെൻറ്റ്സ് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തു. സിമ്പിൾ കേർവിൻ്റെ പ്രത്യേകത എന്താ? അതിന് ഒരു ആർക്കേ ഉണ്ടാവും. ഒരു സർക്കിളിൻ്റെ ഒരു പാർട്ട്, ഏതെങ്കിലും ഒരു ആർക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു ഫിക്സ്ഡ് സെൻറ്ററും ഉണ്ടായിരുന്നു, ഒരു സെൻറ്ററും ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ഒരു റേഡിയസും ഉണ്ടായിരുന്നു. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സിമ്പിൾ ആർക്ക് എന്ന് പറയുന്നത്. ഒന്നിൽ കൂടുതൽ ആർക്കുകൾ ജോയിൻ ചെയ്തുണ്ടാവുന്നതിനെയാണ് കോമ്പൗണ്ട് ആർക്ക് എന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ എല്ലാ സെൻറ്ററും എവിടെയായിരിക്കും? ഒരു സൈഡിൽ തന്നെയായിരിക്കും. അതിനെയാണ് നമ്മൾ കോമ്പൗണ്ട് കേർവ്സ് എന്ന് പറയുന്നത്. ആ കോമ്പൗണ്ട് കേർവ്സിൻ്റെ എലമെൻസിനെയാണ് നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരു കോമ്പൗണ്ട് കേർവ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഈ ഫിഗറിൽ ഞാൻ കോമ്പൗണ്ട് കേർവ് ആണ് വരച്ച് വെച്ചത്. അപ്പോൾ കോമ്പൗണ്ട് കേർവിൻ്റെ എലമെൻറ്റ്സ് നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞാൽ വിത്ത് ഫിഗർ നിങ്ങൾ ഓരോ എലമെൻറ്റും എക്സ്പ്ലെയിൻ ചെയ്യണം. അപ്പോൾ നമുക്ക് ഫിഗർ എങ്ങനെയാണ് വരയ്ക്കാൻ നോക്കാം. അതിൻ്റെ ഒരു എക്സ്പ്ലനേഷനിലൂടെ ഫിഗർ നമുക്ക് എങ്ങനെയാണ് വരയ്ക്കാമെന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഡെഫിനേഷൻ എന്ന് പറയുന്നത് എന്താ? ടു സെൻറ്റേർഡ് പോയിൻ്റ് കേർവ് ഹാവിങ് ടു സർക്കുലർ ആക്സ് T1D and T2 meeting at a common point D known as point of compound curvature. അപ്പോൾ ഈ ഒരു ഫിഗർ നോക്കാം. ഈ ഒരു ഫിഗറിൽ ഒരു കോമ്പൗണ്ട് കേർവ് ആണെന്ന് പറഞ്ഞാൽ ഈ കോമ്പൗണ്ട് കേർവ് ഏതാണ്? T1D. ഈ റെഡ് കളറിൽ ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ള ഒരു ആർക്ക് നിങ്ങൾക്ക് ഇവിടെ കാണാം, T1D. ഈ T1D മുതൽ ഈ T1Dയും അതുപോലെ തന്നെ ഈ ബ്ലൂ കളറിൽ ഞാൻ മാർക്ക് ചെയ്ത DT2, ഈ DT2 ആ രണ്ടും കൂടി മീറ്റ് ചെയ്തിട്ട് D എന്ന് പറഞ്ഞ കോമൺ പോയിന്റിൽ മീറ്റ് ചെയ്തുണ്ടാക്കുന്ന ഒരു കേർവ് ആണ് ഈ ഇവിടെ കാണിച്ചിട്ടുള്ള ഈ കോമ്പൗണ്ട് കേർവ്. ഈ മീറ്റിംഗ് പോയിന്റ് ഡീനെ നമ്മൾ പറയുന്നത് പോയിന്റ് ഓഫ് കോമ്പൗണ്ട് കർവേച്ചർ, PCC, പോയിന്റ് ഓഫ് കോമ്പൗണ്ട് കർവേച്ചർ എന്നാണ് നമ്മൾ ആ ഒരു പോയിന്റിനെ പറയുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമ്മൾ വരയ്ക്കുന്ന സമയത്ത് ആദ്യം നമ്മൾ വരയ്ക്കേണ്ടത് ഈ രണ്ട് ആർക്കുകളാണ്. ആർക്ക് എന്ന് പറഞ്ഞാൽ ഒന്ന് T1Dയും പിന്നെ DT2. അപ്പോൾ നമ്മൾ ആർക്ക് വരച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് നെക്സ്റ്റ് എന്ത് അടയാളപ്പെടുത്തണം? ഈ രണ്ട് ആർക്കിൻ്റെയും സെൻറ്ററും അതുപോലെ തന്നെ റേഡിയസും നമുക്ക് മാർക്ക് ചെയ്ത് വെക്കണം. അപ്പോൾ ഞാൻ ഈ സ്മോൾ ആർക്കാണ് ഞാൻ ആദ്യം നോക്കുന്നത്. സ്മോൾ ആർക്ക് എന്ന് പറഞ്ഞാൽ D1D ആണ് സ്മോൾ ആർക്ക്. ആ സ്മോൾ ആർക്കിൻ്റെ സെൻറ്റർ ആക്കാൻ വേണ്ടി ഞാൻ റേഡിയസ് ഇവിടെ മാർക്ക് ചെയ്തു. രണ്ട് ചെറിയ റേഡിയസ് ഞാൻ മാർക്ക് ചെയ്തു. ആ റേഡിയസിൻ്റെ പേര് RS എന്നാണ് ഞാൻ കൊടുക്കുന്നത്. അത് മീറ്റ് ചെയ്യുന്ന സെൻറ്ററിന് ഞാൻ O1 എന്ന് കൊടുത്തു. അവിടെ ഉണ്ടാകുന്ന ആംഗിളിന് ഞാൻ Δ1 എന്നും കൊടുത്തു. ഇനി നെക്സ്റ്റ് ലാർജ് കേർവിൻ്റെ നോക്കാം. ഈ ബ്ലൂ കളറിൽ കാണിച്ചിട്ടുള്ള ലാർജ് കേർവ്, അവിടെ അതായത് ഈ DT2 എന്ന് പറഞ്ഞ കേർവ്, അവിടെ ഞാൻ എന്ത് ചെയ്തു? അതിൻ്റെ സെൻറ്റർ കൺസിഡർ ചെയ്തു, എക്സ്റ്റെൻഡ് ചെയ്തിട്ട് സെൻറ്ററിലേക്ക് മീറ്റ് ചെയ്ത് ഈ സെൻറ്ററാണ് O2 ആണ് സെൻറ്റർ. അവിടെ ഉണ്ടാകുന്ന ഒരു ആംഗിൾ അതിനെയാണ് Δ2 എന്ന് ഞാൻ എഴുതി. ഇതിൻ്റെ ലാർജ് ആംഗിൾ ലാർജ് റേഡിയസ് ആയതുകൊണ്ട് ഇതിൻ്റെ റേഡിയസിനെ ഞാൻ RL എന്നും മാർക്ക് ചെയ്തു. ഇതാണ് നെക്സ്റ്റ് നിങ്ങൾ വരയ്ക്കുമ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ്. അതിനുശേഷം നമ്മൾ എന്ത് വരയ്ക്കണം? ഇതിൻ്റെ ടാൻജൻസ് വരയ്ക്കണം. അപ്പോൾ നമുക്കറിയാം ഒരു A എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ T1 എന്ന് പറഞ്ഞ പോയിന്റിൽ എത്തുന്ന സമയത്ത്, എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് T1 എത്തുന്ന സമയത്താണ് ഈ കേർവായിട്ട് മീറ്റ് ചെയ്യുന്നത് ഈ ടാൻജൻറ്റ്. അപ്പോൾ ഈ T1 സ്ഥലത്ത് ഈ ടാൻജൻറ്റ് T1 എന്ന് പറഞ്ഞ ടാൻജൻറ്റ് T1 എന്ന് പറഞ്ഞ സ്ഥലത്ത് മീറ്റ് ചെയ്യുന്നു. അവിടുന്ന് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് B വരെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കും. അപ്പോൾ ഈ T1 എന്ന ആ പോയിന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പോയിന്റ് ഓഫ് കേർവ്. അതായത് ഈ T1 എന്ന് പറഞ്ഞ ടാൻജൻറ്റ് വന്ന് കേർവ് ആരംഭിക്കുന്ന ആ പോയിന്റിനെ നമ്മൾ T1 എന്നാണ് പറഞ്ഞത്. ആ T1 എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്താ? പോയിന്റ് ഓഫ് കേർവ്. അത് പിന്നെ എക്സ്റ്റെൻഡ് ചെയ്തു, നമ്മൾ കുറച്ച് മുകളിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് വെച്ചു, ടാൻജൻറ്റ് അല്ലേ. പിന്നെ നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്തു? ഈ സൈഡിൽ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഫോർവേഡ് ടാൻജൻറ്റ് വരയ്ക്കണം നമ്മൾ. അതായത് ഫോർവേഡ് ടാൻജൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേർവിനെ ഫോളോ ചെയ്യുന്ന ടാൻജൻറ്റ് ഫോളോവിങ് കേർവ് കഴിഞ്ഞ് വരുന്ന ടാൻജൻറ്റ്. അപ്പോൾ ഇവിടെ കേർവ് ഏതാണ്? DT2 എന്ന് പറഞ്ഞ കേർവാണ്. ആ കേർവ് വന്ന ആ കേർവ് ഈ ഒരു പോയിന്റിൽ അവസാനിച്ചു. ഈ ഒരു പോയിന്റിൽ നിന്ന് തുടങ്ങുന്ന ഈ ഒരു ടാൻജൻറ്റിനെ T2B എന്ന് പറഞ്ഞിട്ട് ഈ ടാൻജൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫോർവേഡ് ടാൻജൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഫോർ എക്സാമ്പിൾ ഇവിടെ B എന്നും വേണമെങ്കിൽ നമുക്ക് മാർക്ക് ചെയ്യാം. അപ്പോൾ ഈ BT2 എന്ന് പറഞ്ഞ ഈ ടാൻജൻറ്റിനെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് Bയിലേക്ക് കൊണ്ട് ഇൻ്റർസെക്റ്റ് ചെയ്തു. അങ്ങനെ ഈ രണ്ട് ടാൻജൻറ്റും കൂടി ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഈ പോയിന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ എന്ന് പറയുന്നത്. പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ Bയും നമ്മൾ മാർക്ക് ചെയ്തു. ഇനി അതുപോലെ ഒരു ടാൻജൻറ്റും കൂടി നമുക്ക് വരയ്ക്കണം. അതായത് ഇപ്പോൾ ഈ ഒരു റെഡ് കളറുള്ള കേർവ് ആണെങ്കിൽ ആ റെഡ് കളർ കേർവിനെ നമ്മൾ ഒറ്റ ടാൻജൻറ്റേ വരച്ചിട്ടുള്ളൂ. പക്ഷെ ഒരു കേർവ് ആകുമ്പോൾ അതിന് രണ്ട് ടാൻജൻറ്റ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിൻ്റെ രണ്ടാമത്തെ ടാൻജൻറ്റ് ഏത് പോയിന്റിലൂടെയാണ് വരയ്ക്കേണ്ടത്? D എന്ന് പറഞ്ഞ പോയിന്റിനെ ടച്ച് ചെയ്യുന്ന വിധത്തിലാണ് രണ്ടാമത്തെ ടാൻജൻറ്റ് വരയ്ക്കുന്നത്. ഈ D എന്ന് പറഞ്ഞ പോയിന്റിലൂടെ ടച്ച് ചെയ്തിട്ട് തന്നെയായിരിക്കും നമ്മൾ ഈ ബ്ലൂ കളറിലുള്ള ലാർജ് കേർവിൻ്റെ സെക്കൻഡ് ടാൻജൻറ്റും വരയ്ക്കുന്നത്. അപ്പോൾ അങ്ങനെ പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഈ രണ്ട് ഇതും കൂടി ഒരു D എന്ന് പറഞ്ഞ കോമൺ പോയിന്റ് മീറ്റ് ചെയ്യുമ്പോൾ അതിനാണ് PCC എന്ന് പറഞ്ഞല്ലോ. അതിലൂടെ വരയ്ക്കുന്ന ഈ ഒരു പിങ്ക് കളറിലുള്ള ഈ ഒരു
എന്താ പറയുക, ഈ ഒരു ടാൻജൻറ്റ് രണ്ട് കേർവ്സിനും എന്തായിരിക്കും, കോമൺ ആയിരിക്കും. അതിനെയാണ് നമ്മൾ കോമൺ ടാൻജൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ പിങ്ക് കളറിൽ നമ്മൾ വരച്ചതാണ് കോമൺ ടാൻജൻറ്റ്. ആ പിങ്ക് കളറിൽ വരച്ച കോമൺ ടാൻജൻറ്റിൻ്റെ പേര് എന്ന് പറഞ്ഞാൽ D1 D2. അതിനൊരു എക്സ്റ്റൻഷനായി വരും. അത്രയും നമ്മൾ എന്ത് ചെയ്യണം, മാർക്ക് ചെയ്ത് വെക്കണം. ഇനി നമുക്ക് ഇതിനുള്ള ആംഗിൾസ് മാർക്ക് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഫസ്റ്റത്തേത് നോക്കാം. ഫസ്റ്റത്തേത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു സിമ്പിൾ കേർവായിട്ട് കൺസിഡർ ചെയ്തിട്ട് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്താൽ ഇതിപ്പോൾ ശരിക്കും എന്താ ഒരു സിമ്പിൾ കേർവാണ്. ഈ T1 D O1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിമ്പിൾ T1 D എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ കേർവാണ്, സിമ്പിൾ കേർവാണ്. O1 എന്ന് പറഞ്ഞിട്ടുള്ള സെൻറ്റർ ഉള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം, ഇത് Δ1 ആണെന്ന് നമുക്കറിയാം. ഇത് Δ1 ആണ്. അപ്പോൾ ഇതെന്തായിരിക്കും, ഇവിടെ ഉണ്ടാകുന്ന ഈ ഒരു ആംഗിൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു റേഡിയസ് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന ഈ ഒരു ആംഗിൾ എന്തായിരിക്കും, 90 ഡിഗ്രി ആയിരിക്കും. ഒരു ടാൻജൻറ്റും റേഡിയസും കൂടി മീറ്റ് ചെയ്യുന്ന പോയിന്റിൽ 90 ഡിഗ്രി ആയിരിക്കും. അതുപോലെ ഇവിടെയും 90 ഡിഗ്രി ആയിരിക്കും, ഇവിടെയും 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഇത് Δ1 ആണ്. ബാക്കി റിമൈനിങ് എത്രയാണ്, മൊത്തം നമുക്കറിയാം ഇതിപ്പോൾ ഒരു ക്വാഡ്രാറ്റർ അല്ലേ, ക്വാഡ്രാറ്ററിൻ്റെ മൊത്തം നമുക്കറിയാം 360 ആണ്. അപ്പോൾ 360 മൈനസ് 90 പ്ലസ് 90 പ്ലസ് Δ1. അപ്പോൾ ഈ ഒരു ആംഗിൾ എന്ത് നമുക്ക് കിട്ടും, 180 മൈനസ് Δ1 കിട്ടും. 180 മൈനസ് Δ1 എങ്ങനെയാണ് കിട്ടിയത്, 360 ആണ് മൊത്തം ഉണ്ടായിരുന്നത്. 360 ഒരു 90 മൈനസ് ചെയ്തു. അടുത്ത ആംഗിൾ രണ്ടാമത്തെ ആംഗിൾ 90 ആണ്, അതും മൈനസ് ചെയ്തു. പിന്നെ ഒരു ആംഗിൾ ഉണ്ട് Δ1, അതും മൈനസ് ചെയ്തു. അതെല്ലാം കൂടി മൈനസ് ചെയ്ത് നമുക്ക് 180 മൈനസ് Δ1 കിട്ടി. ഈ ഒരു ആംഗിൾ 180 മൈനസ് Δ1 ആണെങ്കിൽ നേരെ ഈ ആംഗിൾ എന്തായിരിക്കും, അതായത് 180 ആയിരിക്കില്ല, മൊത്തം 180 ആണല്ലോ. ഈ മൊത്തം 180 ആയിരിക്കും. അപ്പോൾ ഇത് 180 മൈനസ് Δ1 ആണെങ്കിൽ ഈ ഒരു ആംഗിൾ Δ1 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ നമുക്ക് Δ1 കിട്ടി. അതുപോലെ തന്നെ ബ്ലൂ കളറിൽ നമ്മൾ മാർക്ക് ചെയ്യുക. ബ്ലൂ കളറിൻ്റെ നോക്കാം. ബ്ലൂ കളറിൻ്റെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു എൻഡിൽ നിന്ന് ഒരു റേഡിയസ് വരുന്നുണ്ട് ടാൻജൻറ്റിനെ കണക്ട് ചെയ്തിട്ട്. അപ്പോൾ ഇവിടെ എന്തായിരിക്കും, 90 ഡിഗ്രി ആയിരിക്കും. പിന്നെ ഇവിടെയും ഈ ഒരു റേഡിയസ് ഉണ്ട്, ടാൻജൻറ്റും റേഡിയസും മീറ്റ് ചെയ്യുന്ന ഈ ഒരു ആംഗിൾ എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി ആയിരിക്കും. ഇത് Δ2 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എന്തായിരിക്കും, Δ2 90. ഫോർത്ത് ആംഗിൾ എന്ന് പറഞ്ഞാൽ 360 മൈനസ് 90 മൈനസ് Δ2 നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ. അപ്പോൾ ഈ ഒരു ആംഗിൾ നമുക്ക് 180 മൈനസ് Δ2 എന്ന് കിട്ടി. അപ്പോൾ ഈ ഒരു ആംഗിൾ 180 മൈനസ് Δ2 ആണെങ്കിൽ ഈ ഒരു ആംഗിൾ എന്തായിരിക്കും, മൊത്തം 180 അല്ലേ, അപ്പോൾ ഇത് Δ2 ആയിരിക്കും. അങ്ങനെ നമുക്ക് Δ2 മാർക്ക് ചെയ്യാൻ പറ്റി. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്ത പോലെ ഒരു പോയിന്റ് ഓഫ് ഡിഫ്ലക്ഷൻ ആംഗിൾ ഉണ്ട്. ഡിഫ്ലക്ഷൻ ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റത്തെ ടാൻജൻറ്റിൽ നിന്ന് നമ്മളെ രണ്ടാമത്തെ കേർവിൻ്റെ ടാൻജൻറ്റ് ഉണ്ടാക്കുന്ന ഡിഫ്ലക്ഷൻ ആംഗിൾ, ഇവിടെ ടോപ്പിൽ പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷനിൽ ഉണ്ടാകുന്ന ഒരു ആംഗിൾ. ആ ഒരു ആംഗിൾ നമുക്ക് കാണണമെങ്കിൽ അതിനെയാണ് നമ്മൾ ടോട്ടൽ ഡിഫ്ലക്ഷൻ ആംഗിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു D1 എന്ന് പറഞ്ഞിട്ട് ഒരു ഡിഫ്ലക്ഷൻ ആംഗിൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ D2 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡിഫ്ലക്ഷൻ ആംഗിളും നമ്മളോട് വരച്ചിട്ടുണ്ടായിരുന്നു. സാധാരണ രീതിയിൽ സിംഗിൾ കേർവ് ആണെങ്കിൽ നമുക്ക് Δ1 മാത്രമേ ഉണ്ടാവാറുണ്ടായിരുന്നുള്ളൂ. അല്ലെങ്കിൽ ബ്ലൂ കളർ മാത്രമാണ് കൺസിഡർ ചെയ്തതെങ്കിൽ നമുക്ക് Δ2 മാത്രമേ ഉണ്ടാവുമായിരുന്നുള്ളൂ. പക്ഷെ ഇവിടെ രണ്ടും കൂടി നമ്മൾ കൺസിഡർ ചെയ്യുന്നതുകൊണ്ട് നമുക്കൊരു ടോട്ടൽ ഡിഫ്ലക്ഷൻ ആംഗിളും ഉണ്ട്, അതുപോലെ തന്നെ ഒരു ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു ഡിഫ്ലക്ഷൻ ആംഗിളും ഉണ്ട്. ആ ഇൻഡിവിജ്വൽ ഡിഫ്ലക്ഷൻ ആംഗിളാണ് Δ1ഉം Δ2ഉം. ആ കോമൺ ഡിഫ്ലക്ഷൻ ആംഗിളാണ് ഇവിടെ ഈ പിങ്ക് കളറിൽ കാണിച്ചിട്ടുള്ള ഈ ഡെൽറ്റ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡെൽറ്റ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഇപ്പോൾ ഇത് ഇങ്ങനെ ഒരു ട്രയാങ്കിൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ബിയിൽ നിന്ന് വന്നിട്ട് D1ലെത്തി, D1ൽ നിന്ന് വന്നിട്ട് D2ലെത്തി, അവിടെ നിന്ന് തിരിച്ച് ബി, അങ്ങനെയുള്ള ഒരു ട്രയാങ്കിൾ നമ്മളിവിടെ കൺസിഡർ ചെയ്യുക. ആ ട്രയാങ്കിളിനെ വേണമെങ്കിൽ ഞാനൊരു ഗ്രീൻ കളറിൽ മാർക്ക് ചെയ്തതാണ്. ഈ ഒരു ചെറിയൊരു ട്രയാങ്കിൾ നിങ്ങൾ കൺസിഡർ ചെയ്യാം. ഇങ്ങനെ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം ഇതെന്താ Δ1 ആണെന്ന് നമ്മൾ കണ്ടെത്തി, ഈ ഒരു ആംഗിൾ Δ2 ആണെന്ന് നമ്മൾ കണ്ടെത്തി. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ആംഗിൾ എത്രയായിരിക്കും, 180 മൈനസ് Δ1 പ്ലസ് Δ2 ആയിരിക്കുമല്ലോ. 180 മൈനസ് Δ1 പ്ലസ് Δ2 ബ്രാക്കറ്റ് എഴുതണേ. 180 മൈനസ് Δ1 പ്ലസ് Δ2. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എന്തായിരിക്കും, ഇത് മൊത്തം 180 അല്ലേ, ഇത് മൊത്തം 180 ആണ്. അതിൽ നിന്ന് 180 മൈനസ് Δ1 പ്ലസ് Δ2 ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡെൽറ്റനെ നമുക്ക് എന്ത് കിട്ടി, Δ1 പ്ലസ് Δ2 കിട്ടി. അതായിരിക്കും ഈ ടോട്ടൽ ഡിഫ്ലക്ഷൻ ആംഗിൾ, അതെന്ന് പറഞ്ഞാൽ Δ1 പ്ലസ് Δ2 എന്ന് കിട്ടി. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ കംപ്ലീറ്റ് കാര്യങ്ങൾ നിങ്ങൾ എവിടെ മാർക്ക് ചെയ്ത് വെക്കണം, നിങ്ങളുടെ ഫിഗറിൽ മാർക്ക് ചെയ്ത് വെക്കണം. ഇനി രണ്ട് കാര്യങ്ങളും കൂടി പറയാനുണ്ട്. ഈ ഒരു ടാൻജൻറ്റ് പോയിന്റ്, ഫസ്റ്റ് ടാൻജൻറ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ T1 മുതൽ D1, ഈ ഒരു ഇതിനെ നമ്മൾ TS, സ്മോൾ TS എന്നാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്.
അതേപോലെ തന്നെ ഈ T1 മുതൽ B വരെ ഇൻ്റർസെക്ഷൻ വരെയുള്ള ആ ഒരു ലെങ്ത്തിനെ, മൊത്തം ടാൻജൻറ്റ് ലെങ്ത്തിനെ നമ്മൾ ക്യാപിറ്റൽ TS എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ സൈഡിലും ലോങ് കേർവിൻ്റെ T2 മുതൽ D2 വരെയുള്ള ഈ പോയിന്റിനെ നമ്മൾ സ്മോൾ TL എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതിനുശേഷം T2 മുതൽ പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ വരെയുള്ള ലാർജ് ടാൻജൻറ്റിനെ നമ്മൾ ക്യാപിറ്റൽ TL എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങളതിൽ മാർക്ക് ചെയ്ത് വെക്കണം. ഇനി നമുക്ക് ഓരോ എലമെൻറ്റ്സും നോക്കാം. ഓരോ എലമെൻറ്റ്സിനെ പറ്റിയിട്ടും ജസ്റ്റ് പറയാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് നിങ്ങൾ എഴുതുന്ന സമയത്ത് നോട്ടിൽ എഴുതി വെക്കുക. ഫസ്റ്റത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ T1 ആണ്. T1 എന്ന് പറഞ്ഞ പോയിന്റ് എന്താ? പോയിന്റ് ഓഫ് കേർവ്. പോയിന്റ് ഓഫ് കേർവിൻ്റെ ഡെഫിനിഷനൊക്കെ നമ്മൾ ഇന്നലെ പറഞ്ഞതാണ്. T2 എന്ന് പറഞ്ഞാൽ എന്താണ്? പോയിന്റ് ഓഫ് ടാൻജൻസി. പിന്നെ ഒരു RS എന്ന് പറഞ്ഞിട്ടുണ്ട്. RS എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ എഴുതിയിട്ടുള്ള ഈ RS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മോൾ റേഡിയസ്, സ്മോൾ കേർവിൻ്റെ റേഡിയസ് ആണ്. അതെന്ന് പറഞ്ഞാൽ എന്താ? T1O ആണ്. T1O ആണ് സ്മോളിൻ്റെ റേഡിയസ് ആയിട്ട് വരുന്നത്. T1O എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ആയിരിക്കും. പിന്നെ അടുത്തത് വരുന്നത് എന്താണ്? ക്യാപിറ്റൽ RL ഉണ്ട്. ക്യാപിറ്റൽ RL എന്ന് പറഞ്ഞാൽ എന്താ? ലാർജർ ആർക്കിൻ്റെ റേഡിയസ് ആണ്. അതിനെ ഞാൻ ലോങ്ങർ റേഡിയസ് എന്ന് ഞാൻ പറയുന്നു. ലോങ്ങർ റേഡിയസ്, ആ ലാർജ് ആർക്കിൻ്റെ റേഡിയസ് അതെന്ന് പറഞ്ഞാൽ എന്താണ്? T2O. ഫിഗറിൽ T2O ആയിരിക്കും. കാണിച്ചു തരാം. ഫിഗറിൽ ഇതാ ഈ T2O എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഡിസ്റ്റൻസ് ആണ് RL. പിന്നെ നെക്സ്റ്റ് എന്താണുള്ളത്? D1 D2 എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. D1 D2 എന്ന് പറഞ്ഞാൽ ആണ് പിങ്ക് കളറിൽ ഞാൻ വരച്ചിട്ടുണ്ടായിരുന്ന കോമൺ ടാൻജൻ്റ് ആണ് D1 D2. കാണിക്കാം. ഈ പിങ്ക് കളറിൽ ഇവിടെ വരച്ചിട്ടുണ്ടായിരുന്ന D1 D2 എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഇപ്പോൾ ഇത് ഗ്രീൻ കളറായി മാറിയിട്ടുണ്ട്. ഞാൻ വേണമെങ്കിൽ വേറൊരു കളറിൽ പിങ്ക് കളറിൽ വരയ്ക്കാം. ഈ പിങ്ക് കളറിൽ ഞാൻ വരച്ചിട്ടുള്ള ഈ ഒരു തന്നെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോമൺ ടാൻജൻറ്റ് എന്ന് പറയുന്നത്. രണ്ടും കൂടി മീറ്റ് ചെയ്യുന്ന കോമൺ D എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്ന് ഉണ്ടാവുന്ന ടാൻജൻറ്റ്, അതാണ് കോമൺ ടാൻജൻറ്റ്. അതാണ് D1 D2. ഇനി നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് Δ1 ആണ്. Δ1 എന്ന് പറഞ്ഞാൽ ഡിഫ്ലക്ഷൻ ആംഗിൾ ബിറ്റ്വീൻ റിയർ ടാൻജൻറ്റ് ആൻഡ് കോമൺ ടാൻജൻറ്റ്. അപ്പോൾ Δ1 എന്ന് പറഞ്ഞാൽ ഡിഫ്ലക്ഷൻ ആംഗിൾ ബിറ്റ്വീൻ റിയർ ടാൻജൻറ്റ് ആൻഡ് കോമൺ ടാൻജൻറ്റ്. Δ2 എന്ന് പറഞ്ഞാൽ ഡിഫ്ലക്ഷൻ ആംഗിൾ ബിറ്റ്വീൻ ഫോർവേഡ് ടാൻജൻറ്റ് ആൻഡ് കോമൺ ടാൻജൻറ്റ്. ഡെൽറ്റ എന്ന് പറഞ്ഞാലോ ടോട്ടൽ ഡിഫ്ലക്ഷൻ ആംഗിൾ. അത് കാണിക്കാം. ഇനി നമ്മളിപ്പം പറഞ്ഞത് Δ1 ആണ്. Δ1 എന്ന് പറഞ്ഞു. ഇതാണ് Δ1 എന്ന് പറയുന്നത്. ഇതാണ് ഈ പിങ്ക് കളറിൽ ഞാനിപ്പോൾ മാർക്ക് ചെയ്ത് ഇതാണ് Δ1 എന്ന് ഞാൻ പറഞ്ഞത്. ഈ Δ1 എന്ന് പറഞ്ഞാൽ റിയർ ടാൻജൻറ്റ് എന്ന് പറഞ്ഞാൽ T1B. നമ്മൾ ഫസ്റ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നത് റെഡ് കളറിൽ വരച്ചിട്ടുണ്ടായിരുന്ന ആ ടാൻജൻറ്റ് ഉണ്ടല്ലോ, ഈ T1B. ഈ ഒരു റിയർ ടാൻജൻറ്റും അതുപോലെ തന്നെ നമ്മൾ കോമൺ ടാൻജൻറ്റും ഉണ്ടാക്കുന്ന ഡിഫ്ലക്ഷൻ ആംഗിളാണ് Δ1 എന്ന് പറയുന്നത്. അതുപോലെ Δ2 എന്ന് പറയുന്നത് ഈ ആംഗിളാണ് Δ2 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോർവേഡ് ടാൻജൻറ്റ്. ഇതാണ് ഫോർവേഡ് ടാൻജൻറ്റ്. ഈ ബ്ലൂ കളറിൽ നമ്മൾ വരച്ച T2B ആയിരുന്നു ഫോർവേഡ് ടാൻജൻറ്റ്. ആ ഫോർവേഡ് ടാൻജൻറ്റും അതുപോലെ തന്നെ നമ്മൾ കോമൺ ടാൻജൻറ്റും ഉണ്ടാക്കുന്ന ഈ ഒരു ആംഗിളിനെയാണ് Δ2 എന്ന് പറഞ്ഞത്. ഈ ഒരു ആംഗിളിനെയാണ് Δ2 എന്ന് പറഞ്ഞത്. അപ്പോൾ അതിനെ ജസ്റ്റ് അതിനെ പിന്നെ ഈ ഡെൽറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? കോമൺ ടോട്ടൽ ഡിഫ്ലക്ഷൻ ആംഗിളാണ്. ടോട്ടൽ ഡിഫ്ലക്ഷൻ ആംഗിൾ എന്ന് പറഞ്ഞാൽ Δ1 പ്ലസ് Δ2 എന്ന് കിട്ടി. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? Δ1 പ്ലസ് Δ2 എന്ന് എഴുതാം. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളൊരു ടേം എന്ന് പറഞ്ഞാൽ TS ആണ്. സ്മോൾ TS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെങ്ത് ഓഫ് ടാൻജൻറ്റ് ടു ദ ആർക്ക് T1D having small radius. സ്മോൾ റേഡിയസ് ഉള്ള ആർക്കിൻ്റെ ആ ടാൻജൻറ്റ് ലെങ്ത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്മോൾ TS എന്ന് പറഞ്ഞ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. എവിടം വരെയാണ്? TS വരെയുള്ള ഈ T1 മുതൽ D വരെയുള്ള ഈ സ്മോൾ റേഡിയസ് ഉള്ള ആർക്കിൻ്റെ ടാൻജൻറ്റിനെയാണ് നമ്മൾ സ്മോൾ TS എന്ന് പറയുന്നത്. ഇന്നലെ ഞാൻ അയച്ചുള്ള PDF TSന് പകരം LSഉം
ടി എല്ലിന് പകരം എൽ എന്നുമാണ് എഴുതിയിരുന്നത്. ഞാൻ നിങ്ങൾ കറക്റ്റ് ചെയ്യുക. ടി എസ് ആണ്, സ്മോൾ ടി എസ് ആണ് വേണ്ടത്. അതുപോലെ തന്നെ ടി എൽ, സ്മോൾ ടി എൽ എന്ന് പറഞ്ഞാൽ എന്താ? ലെങ്ത് ഓഫ് ടാൻജൻറ്റ് ടു ദ ആർക്ക് DT2. DT2 എന്ന് പറഞ്ഞിട്ടുള്ള ഈ ബ്ലൂ കളർ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടാൻജൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്മോൾ ടി എൽ എന്ന് പറയുന്നത്. അപ്പോൾ T2 മുതൽ D2 വരെ നമ്മൾ അതിനെ മെഷർ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഈ T2 D എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ടാൻജൻറ്റിനാണ് നമ്മൾ എന്ത് പറയുന്നത്? TL എന്ന് പറയുന്നത്. ഇനി ഒരു TS എന്ന് പറഞ്ഞിട്ടൊരു വലിയ ടാൻജൻറ്റ് കാണിച്ചിട്ടുണ്ടല്ലോ ഈ റെഡ് കളറിൽ. അപ്പോൾ TS എന്ന് പറഞ്ഞാൽ എന്താണ്? ടാൻജൻറ്റ് ഡിസ്റ്റൻസ് T1B. മൊത്തം ഇവിടെ മുതൽ T1 മുതൽ പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ വരെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് T1B എന്ന് പറഞ്ഞിട്ട് ആ വലിയ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്യാപിറ്റൽ TS എന്ന് പറയുന്നത്. ഇവിടെ ഈ സബ്സ്ക്രിപ്ഷൻ S റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അത് എന്താണ്? സ്മോൾ റേഡിയസ് സർക്കിൾ ആർക്കാണെന്നുള്ളതിൻ്റെ ഒരു ഇത് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ഇവിടെ TL എന്നുണ്ട്, അവിടെ T ഉണ്ട്, അതിൻ്റെ സബ്സ്ക്രിപ്റ്റ് ആയിട്ട് നമ്മളിവിടെ ഇതിൻ്റെ L എന്ന് പറഞ്ഞ് റെപ്രസെൻ്റ് ചെയ്യുന്നത് ലാർജ് റേഡിയസ് ഉള്ള കേർവ് എന്ന് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ അതിന് ക്യാപിറ്റൽ TL എന്ന് എഴുതി. അപ്പോൾ ക്യാപിറ്റൽ TL എന്ന് പറഞ്ഞാൽ എന്താ? ടാൻജൻറ്റ് ഡിസ്റ്റൻസ് BT2. പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ മുതൽ ഈ ടാൻജൻറ്റ് പോയിന്റ് ഉള്ളതിനെ മൊത്തത്തിലുള്ള ലെങ്തിനെയാണ് നമ്മൾ ക്യാപിറ്റൽ Tയും TS TL വെച്ച് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കത് അതുകൂടെ എഴുതി വെക്കാം. നിങ്ങളുടെ നോട്ടിൽ നിങ്ങൾ അതും കൂടി എഴുതി വെക്കുക. അപ്പോൾ നമ്മൾ സ്മോൾ TS എന്ന് എഴുതി. ലെങ്ത് ഓഫ് ടാൻജൻറ്റ് ടു ദി ആർക്ക് T1D ഹാവിങ് സ്മോൾ റേഡിയസ്. സ്മോൾ TL എന്ന് പറഞ്ഞാൽ എന്താണ്? സെയിം ലെങ്ത് ഓഫ് ടാൻജൻറ്റ് ടു ദി ആർക്ക്. ഏത് ആർക്കാണ്? വലിയ ആർക്ക് എന്ന് പറഞ്ഞാൽ DT2, ബ്ലൂ കളറിലെ DT2 ഹാവിങ് ലോങ്ങർ റേഡിയസ്. പിന്നെ ക്യാപിറ്റൽ TS ഉണ്ട്. ക്യാപിറ്റൽ TS എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യാപിറ്റൽ TS എന്ന് പറഞ്ഞാൽ ടാൻജൻറ്റ് ഡിസ്റ്റൻസ് T1B. മൊത്തത്തിൽ T1 എന്ന് പറഞ്ഞ പോയിന്റ് മുതൽ B എന്ന് പറഞ്ഞ പോയിന്റ് എന്താ? പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ വരെയുള്ള ആ ഡിസ്റ്റൻസ് കറസ്പോണ്ടിങ് ടു സ്മോളർ റേഡിയസ്. ക്യാപിറ്റൽ TL എന്ന് പറഞ്ഞാൽ ടാൻജൻറ്റ് ഡിസ്റ്റൻസ് BT2, B മുതൽ T2 വരെ ഉള്ളത് കറസ്പോണ്ടിങ് ടു ലോങ്ങർ റേഡിയസ്. ഇനി സ്മോൾ TSഉം അതുപോലെ തന്നെ സ്മോൾ TLഉം അതുപോലെ ക്യാപിറ്റൽ TSഉം കണ്ടെത്താനുള്ള ഒരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ നിങ്ങളും ജസ്റ്റ് ഒന്ന് ബൈ ഹാർട്ട് പഠിച്ചാൽ മതി. അപ്പോൾ സ്മോൾ TS കാണാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ സ്മോൾ TS എന്ന് പറഞ്ഞാൽ T1 D1 എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ്, അല്ലെങ്കിൽ അതെന്തിന് ഈക്വൽ ആയിരിക്കും? T1 D1നും ഈക്വൽ ആയിരിക്കും, അല്ലെങ്കിൽ D1നും ഈക്വൽ ആയിരിക്കും. അത് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ അപ്പോൾ നമുക്ക് അത് ചെയ്ത് നോക്കിയാലും കിട്ടും. ഞാൻ ഫിഗറിൽ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് കാണേണ്ടത് ഈ ഒരു ഡിസ്റ്റൻസ് ആണെന്ന് വയ്ക്കുക. T1 D1 എന്ന് പറഞ്ഞാൽ ഈ സ്മോൾ TS എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് ആണ്. ഞാനിപ്പോൾ ഇവിടെ പിങ്ക് കളറിൽ കാണിച്ചിട്ടുള്ള ഈ സ്മോൾ ഡിസ്റ്റൻസ് ആണ് നമുക്ക് കാണേണ്ടത്. ആ T1 D1 അതിന് ഈക്വൽ ആയിരിക്കും ഏതെന്ന് പറയുന്നത്? ഈ കോമൺ പോയിന്റ്, ഈ PCC എന്ന് പറഞ്ഞാൽ D എന്ന് പറഞ്ഞ പോയിന്റ് ഉണ്ടല്ലോ, ഈ Dയും D1ഉം അതുപോലെ തന്നെ Tയും T1ഉം എന്താ? ഈക്വൽ ആയിരിക്കും. കാരണം അത് നമ്മൾ ഒരൊറ്റ കേർവിൻ്റെ രണ്ട് ടാൻജൻറ്റാണ്. ഈ ഒരു സ്മോൾ കേർവിൻ്റെ റെഡ് കളറിൽ കാണിച്ചിട്ടുള്ള സ്മോൾ കേർവിൻ്റെ രണ്ട് ടാൻജൻറ്റാണ് T1 D1ഉം D1ഉം. ഈ D1 കോമൺ ടാൻജൻറ്റ് ആയിന്ന് മാത്രം, പക്ഷേ അത് ആരുടെ ടാൻജൻറ്റാണ്? ഈ സ്മോളറിൻ്റെ ഒരു ടാൻജൻറ്റാണ് D1. അപ്പോൾ ഈ രണ്ട് സൈഡും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഈ രണ്ട് സൈഡും ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം. നമ്മൾ ഏതെങ്കിലും ഒരു ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത പോലെ നമുക്ക് ഇതിനെ എന്താ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആക്കി മാറ്റുകയാണെങ്കിൽ, ഇപ്പോൾ ഇതിൻ്റെ സെൻറ്ററിലൂടെ ഞാനൊരു ലൈന് വരയ്ക്കുകയാണെങ്കിൽ ഇത് Δ1 ആണെങ്കിൽ ഈ ആംഗിൾ എന്തായിരിക്കും? Δ1/2 ആയിരിക്കും ഈ ഒരു ആംഗിൾ. അപ്പോൾ ഞാനിവിടെ ഒരു പിങ്ക് കളറിലൊരു സ്മോൾ ട്രയാങ്കിൾ കൺസിഡർ ചെയ്തു. ഈ സ്മോൾ ട്രയാങ്കിളിൻ്റെ Δ2 എന്ന് പറഞ്ഞ ആംഗിൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡായിട്ടാണ് ആര് വരുന്നത്? T1 D1 എന്ന് പറഞ്ഞത്. അതിൻ്റെ അഡ്ജസൻറ്റ് സൈഡായിട്ടാണ് ആര് വരുന്നത്? T1O അല്ലെങ്കിൽ അതിൻ്റെ റേഡിയസ് RS വരുന്നത്. RS = എന്ത് എഴുതാം നമുക്ക്? tan Δ1/2 എന്ന് എഴുതാം. അപ്പോൾ T1 D1 കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? RS × tan Δ1/2 എന്ന് വേണം എഴുതാൻ. അതേപോലെ തന്നെ ഈ TL നമുക്ക് കണ്ടെത്താം. നമുക്കിവിടെ കണ്ടെത്താം. TL കണ്ടെത്തണമെങ്കിൽ നമ്മൾക്ക് അറിയാം ഈ ഒരു ട്രയാങ്കിൾ നിങ്ങൾ കൺസിഡർ ചെയ്യാം. ഒന്ന് ഈ സൈഡാണ്
ഈ T2 ഈ T2 ആണല്ലോ നമ്മുടെ TL എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ്. ഈ T2 ഈക്വൽ ആയിരിക്കും ആര് D2. കാരണം രണ്ടും എന്താണ് ഈ ലോങ്ങർ കേർവിൻ്റെ രണ്ട് ടാൻജൻ്റ് ആയിട്ട് വരുന്നതാണ് D2. അതുപോലെ തന്നെ T2 അത് രണ്ടും ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, T2 ഈക്വൽ ടു D2 എന്ന് എഴുതാം. ഇനി നമുക്ക് അതിന് വേണ്ടി നമ്മൾ സോൾവ് ചെയ്യാൻ വേണ്ടി ഇതിന് നമ്മൾ ഒരു ഹാഫ് ട്രയാങ്കിൾ ആയിട്ട് കൺസിഡർ ചെയ്തു. ഡിവൈഡ് ചെയ്തിട്ട് ഹാഫായി ഡിവൈഡ് ചെയ്തിട്ട് രണ്ട് ട്രയാങ്കിൾ ആയിട്ട് കൺസിഡർ ചെയ്തു. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ആംഗിൾ എന്ന് പറഞ്ഞാൽ Δ2/2 ആയിരിക്കും. അപ്പോൾ ഈ Δ2/2 എന്ന് പറഞ്ഞ ഒരു ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡായിട്ടാണ് ആര് വരുന്നത്, T2 വരുന്നത് ഓപ്പോസിറ്റ് സൈഡായിട്ടാണ്. അതിൻ്റെ അഡ്ജസൻറ്റ് സൈഡായിട്ട് വരുന്നത് ആരാ, ഈ ഗ്രീൻ കളറിൽ കാണിച്ചിട്ടുള്ള അതിൻ്റെ റേഡിയസ്, അതായത് RL. അത് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം, tan Δ2/2. അപ്പോൾ ഈ RL × tan Δ2/2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, T2 കിട്ടും. അപ്പോൾ നമുക്കത് ബൈ ഹാർട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. ഇക്വേഷൻ ജസ്റ്റ് ഫിഗറിന് നമുക്ക് എന്താ എടുത്ത് എഴുതാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മളത് TS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ T1 ഈക്വൽ ടു D2 എന്ന് എഴുതാം. അതിനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം, TS ഡിവൈഡഡ് ബൈ RS. നമ്മളിപ്പോൾ ഞാൻ സെയിം പറഞ്ഞ സാധനം ഞാൻ മാറ്റി എഴുതുന്നതാണ് tan Δ1/2. സോ TS ഈക്വൽ ടു RS tan Δ1/2. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. അതേമാതിരി TLൻ്റെ ഇക്വേഷൻ T2 ഈക്വൽ ടു D2D. T2 ഈക്വൽ ടു D2D. ഇവിടെ D1 ആണ്, ഇവിടെ D2D ആണ്. Dയും D2, ഇവിടെ Dയും D1. അപ്പോൾ അതിൻ്റെ ഒരു ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, സിമിലർലി നമുക്ക് TL ഡിവൈഡഡ് ബൈ RL ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, tan Δ2/2 എന്ന് കിട്ടും. അതുകൊണ്ട് TL എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടി, RL × tan Δ2/2 എന്ന് എഴുതാം. അതുപോലെ തന്നെ നമുക്കിനി നെക്സ്റ്റ് വേറൊരു ക്യാപിറ്റൽ TSൻ്റെ ഇക്വേഷൻ ഉണ്ട്. ക്യാപിറ്റൽ TSൻ്റെയും ക്യാപിറ്റൽ TLൻ്റെയും ഇക്വേഷൻ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പഠിച്ച് വെച്ചാൽ മതി. ക്യാപിറ്റൽ TS എന്ന് പറഞ്ഞാൽ എന്താണ്, T1D1 + D1B. കാണിക്കാം, TS അല്ലേ നമ്മൾ ക്യാപിറ്റൽ TS എന്ന് പറഞ്ഞാൽ ഈ T1 മുതൽ B വരെയുള്ള കംപ്ലീറ്റ് ഡിസ്റ്റൻസ്, അതായത് T1 മുതൽ T1D പ്ലസ് പിന്നെ D1B, അതാണ് TS എന്ന് പറയുന്നത്. TL എന്ന് പറഞ്ഞാൽ എന്താണ്, T2D2 എന്ന് പറഞ്ഞാൽ ഇവിടം വരെ എത്തി. T2D2 പ്ലസ് പിന്നെ ഒരു D2B, ഇത്രയും കൂടി D2B. അത് രണ്ടും കൂടി ആഡ് ചെയ്താലാണ് എന്ത് കിട്ടുക, TL കിട്ടുക, ക്യാപിറ്റൽ TL കിട്ടുക. അപ്പോൾ നമ്മൾ TSൻ്റെ ഇക്വേഷൻ എഴുതി T1D1 + D1B. അത് നമ്മൾ സോൾവ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് TS + TL × sin Δ2 ഡിവൈഡഡ് ബൈ sin Δ. ഈ ഒരു ഇക്വേഷൻ ബൈ ഹാർട്ട് പഠിച്ച് വെക്കുക. അതുപോലെ തന്നെ ക്യാപിറ്റൽ TL ആണെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് T2D2 + D2B എന്നായിരിക്കും. അത് സോൾവ് ചെയ്താൽ നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ TL + TL + TS + TL × sin Δ1/sin Δ. അപ്പോൾ TS ആണ് കാണാൻ, ക്യാപിറ്റൽ TS ആണ് കാണുമെങ്കിൽ സ്മോൾ TSൻ്റെ കൂടെ എന്ത് ചെയ്യണം, നമ്മൾ ആ രണ്ട് സ്മോൾ ടാൻജൻറ്റിൻ്റെ സമ്മിനോട് sin Δ2/Δ1. ഇവിടെ Δ2 ആണ്, അതായത് ലാർജറിൻ്റെ ആംഗിളാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. ഇനി ക്യാപിറ്റൽ TL ആണ് കാണണമെങ്കിൽ സ്മോൾ TLൻ്റെ കൂടെ നമ്മൾ TS + TL × sin Δ1 ഡിവൈഡഡ് ബൈ sin Δ. ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന Δ1 എന്ന് പറയുന്നത് സ്മോളർ ആർക്കിൻ്റെ ഒരു ഇൻറ്റേർണൽ ആംഗിളാണ് നമ്മളിവിടെ Δ1 ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് ഇതിൽ വരുന്ന എലമെൻറ്റ്സും അത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻസും. അപ്പോൾ ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് പ്രോബ്ലംസ് ചെയ്യാനുണ്ടോ. അപ്പോൾ ഇതിലൊന്നും ബൈ ഹാർട്ട് പഠിക്കേണ്ട ഇക്വേഷൻ ഇല്ല. ഈ ലാസ്റ്റ് ചെയ്ത് ഈ രണ്ട് ഇക്വേഷൻ മാത്രമേ നിങ്ങൾക്ക് ബൈ ഹാർട്ട് പഠിക്കേണ്ട ആവശ്യം ഉണ്ടാവുള്ളൂ. ബാക്കിയെല്ലാം നിങ്ങൾക്ക് ആ ഒരു ഫിഗറിന് തന്നെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ എഴുതിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ക്ലിയർ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. എല്ലാ എലമെൻറ്റ്സും ഫിഗർ വരയ്ക്കണം, എല്ലാ എലമെൻറ്റ്സും എന്താണെന്നും എഴുതി വെക്കണം.